എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മോൺസ്റ്ററിന്റെ പുറകിൽ വന്ന ആ ഒരാള് അത് ഒരു ഫിഷർമാനാണ്. അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ മറ്റ് രണ്ടുപേരും. അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓക്ടോപ്പസിനോട് ചോദിക്കും, നിനക്ക് നാണമില്ലേ? മനുഷ്യര് പറയുന്നത് കേട്ട് അതനുസരിച്ച് ഒരടിമയെ പോലെ നിൽക്കാൻ ഇതിലും ഭേദം നീ ചത്തു പോകുന്നാണെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. അത് കേൾക്കേണ്ട താമസം അടുത്ത നിമിഷം അത് പേടിച്ച് ദൂരേക്ക് പോകും. ലൂഫി ആണെങ്കിൽ ഓക്ടോപ്പസിനെ തിരിച്ചു വിളിക്കും. പക്ഷെ അതാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കാതെ 100-110 പായയാണ്. ഒസോപ്പിന് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം ഇത്രയും നേരവും അവർ കഷ്ടപ്പെട്ട് ഒരുപാട് മോൺസ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇത്രയും മോൺസ്റ്റേഴ്സിന്റെ നടുവിൽ ചെന്ന് പെടുമെന്ന് അവൻ തീരെ കരുതിയില്ല. അതേസമയം ആ ഫിഷർമാൻ അവനിപ്പോ ലൂഫിയുടെ അടുത്തേക്ക് വന്ന്, നീയല്ലേ ആ സ്ട്രോ ഹാറ്റ് ലൂഫി എന്ന് ചോദിക്കും. അത് കേട്ട് ലൂഫി ഷോക്കാവും. ഇവനെങ്ങനെ എന്നെ അറിയാം? അവൻ പറയും, എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാം. ഞാനാണ് ഫിഷ്മാൻ പൈററ്റ്. ഹാച്ചിയെയും നിങ്ങൾ കൊന്നു തള്ളിയ അർലാങ്ങിനെയും എനിക്കറിയാം. ലൂഫി ഉടനെ അവന്റെ ബോഡിയിലേക്ക് നോക്കും. അർലാങ്ങിന്റെ ഒരു സിമ്പിള് അവന്റെ ബോഡിയിൽ പച്ച കുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അതിന് കറക്റ്റ് ആയിട്ട് നല്ല മറുപടി തരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായാലും ഞങ്ങൾ ഞങ്ങളുടെ ഐലാൻഡിലേക്ക് കൊണ്ടുപോകും. ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല, നീയും നിന്റെ ടീമും ഞങ്ങളുടെ അണ്ടറിൽ പൈററ്റായിട്ട് ലൈഫ് ലോങ് ജീവിക്കാൻ തയ്യാറാണോ? അങ്ങനെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെയും ഒരു സുഹൃത്തുക്കളായി കണ്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഇനി അങ്ങനെയല്ല, നിങ്ങളതിന് തയ്യാറല്ല എങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് ദേഷ്യം വരാൻ തുടങ്ങും. അതേസമയം നാമി അവൾ ഓടി വന്ന് ഫ്രാങ്കിയോട് പറയും, ഇവരുടെ കണ്ടീഷൻസ് വളരെ മോശമാണ്. സോ നമുക്കിപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് വരും. എത്രയും പെട്ടെന്ന് കപ്പലിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യണം. എയർ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ബൂസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഐലാൻഡിലേക്ക് കയറി പറ്റണം. ഇവറ്റകൾ ഐലാൻഡിലേക്ക് പോകാനായിട്ട് നമ്മൾ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. നാമി പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ റോബിനും അതിൽ കാര്യമുണ്ടെന്ന് തോന്നും. കാരണം അവരിപ്പോ 10,000 അടി താഴെ വെള്ളത്തിലാണുള്ളത്. ഈ ഒരു അവസ്ഥയിൽ അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് നല്ലത് അവറ്റകളുടെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് ഐലാൻഡിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ വേഗം തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ആ ഫിഷർമാൻ അവൻ നിലവിളിച്ച് ചോദിക്കും, എന്തുപറ്റി? എന്താണ് മറുപടി പറയാത്തത്? നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ഡീലിന് ഓക്കെ ആണോ? ലൂഫി സിമ്പിൾ ആയിട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ മുഖമൊക്കെ വലിച്ചു കാണിച്ച് കോക്കറി കാട്ടി അവറ്റകളെ കളിയാക്കും. ഫിഷർമാനും ടീമിനും അതൊരു ഭയങ്കര ഇൻസൾട്ടായി തോന്നും. അവറ്റകൾ അങ്ങനെ പല്ല് കടിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഒരു സിംഹം അതിപ്പോ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കാണ്. സോറോ, സാഞ്ചി, ലൂഫി അവര് 3 പേരും അതിനെ ഇടിക്കാൻ തയ്യാറാവും. അതേസമയം ഉസോപ്പ് അവൻ കറക്റ്റ് ആയിട്ട് ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്തു. ഇനിയുള്ള കാര്യങ്ങൾ അത് ചെയ്യേണ്ടത് ഫ്രാങ്കിയാണ്. അവര് ക്ലോസ് എത്തുമ്പോഴേക്കും ഫ്രാങ്കി ആണെങ്കിൽ ബൂസ്റ്റർ പവർ ഉപയോഗിക്കും. കപ്പൽ അങ്ങനെ തെറിച്ചുപോയി ആ ഫിഷ്മാൻ ഐലാൻഡ് ലക്ഷ്യമാക്കി കൊതിച്ചു പായും. പക്ഷെ എന്താ, അതിലിപ്പോ ഒട്ടും എയറില്ല. ബബിളിലെ എയറൊക്കെ കുറേശ്ശെ തീർന്ന് നമ്മുടെ ആൾക്കാരുടെ ബോഡിയിൽ പൊട്ടാനായിട്ട് തുടങ്ങും. കപ്പൽ ആ ബബിള് തകർത്ത് ഇപ്പോ അകത്തേക്ക് പോവാണ്. പക്ഷെ എന്താ, കപ്പലിന്റെ കോട്ടിംഗ് ബബിള് അത് മുഴുവനായിട്ടും പൊട്ടും. അവര് തകർത്തു വന്ന ആ ബബിളിന്റെ അകത്താണെങ്കിൽ നിറയെ വെള്ളം. അതിലിപ്പോ ആർക്കും നീന്താനായിട്ടോ മൂവ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അവരിപ്പോ വീണിരിക്കുന്നത് സീ കറണ്ടിലാണ്. സോ അവർക്ക് ആർക്കും നീന്താനോ അനങ്ങാനോ മറ്റുള്ളവരെ രക്ഷിക്കാനോ കഴിയാതെ ആ സീ കറണ്ടിന്റെ പവറിൽ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് മാറും. അതേസമയം വില്ലന്മാരാണെങ്കിൽ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവരും വിടാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്യാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഫിഷ്മാൻ ഐലാൻഡിന്റെ സീ ഫ്ലോർ കാണിക്കും. അതാണെങ്കിൽ അടിപൊളി വ്യൂ ആണ്. ഉടനെ നമ്മുടെ ലൂഫി അവൻ പതിയെ കണ്ണു തുറക്കും. അവൻ ചുറ്റും നോക്കും. അവന്റെ ചുറ്റും ഒസോപ്പ്, സാഞ്ചി, ചോപ്പർ. അവനാണെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചേ, ഞാനിപ്പോ എവിടെയാന്നൊക്കെ ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ക്യാമി പെണ്ണ് അവന്റെ അടുത്തേക്ക് വരിക. ക്യാമിയെ കണ്ട് ഇപ്പൊ നമ്മുടെ ലൂഫി ഫുൾ ഹാപ്പി. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഞാനിങ്ങനെ ഇവിടേക്ക് വന്നു. അതിന് ചോപ്പർ പറയും, ക്യാമി അവളാണ് നമ്മളെ 4 പേരെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. ആക്ച്വലി നീ കണ്ണു തുറക്കുന്നതിന് 1 മിനിറ്റ് മുൻപ് ഞങ്ങൾ കണ്ണു തുറന്നു. ക്യാമിയും ടീമും കരുതിയത് 1 മാസം കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടേക്ക് വരൂ എന്നാണ്. അതുകൊണ്ടാണ് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ അവൾക്ക് വരാൻ കഴിയാതിരുന്നത്. പക്ഷെ ഗോഡ് ഗ്രേസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അവളുടെ മുൻപിലാണ് ചെന്ന് പെട്ടത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവൾക്ക് നമ്മളെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റി. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ ഓർത്ത് ഒരുപാട് ടെൻഷനാവും. ചോപ്പർ പറയും, നമ്മളെല്ലാവരും സീ കറണ്ടിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് ആർക്കും പരസ്പരം രക്ഷിക്കാനോ സഹായിക്കാനോ ഒന്നും കഴിയാതിരുന്നത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, അവരും സേഫായിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. നമുക്ക് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് ചോപ്പർ ലൂഫിയെ സമാധാനിപ്പിക്കും. ഇവിടെ സാഞ്ചിക്ക് ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല.
അവൻ നമ്മുടെ മർമെയ്ഡ് പെണ്ണിനെ കണ്ട് വികാരാധീനനായി അങ്ങനെ ഒലിപ്പിച്ച് നിൽക്കുകയാണ്. ക്യാമി ആണെങ്കിൽ അവർക്ക് കുടിക്കാനായിട്ട് ഇപ്പൊ കോൾഡ് സൂപ്പ് കൊണ്ടുവന്ന് കൊടുക്കും. ഉസോപ്പ് ആണെങ്കിൽ ഷോക്കായിട്ട് യു ആർ അൺബിലീവബിൾ, നീ ഇത്രയും വലിയൊരു മണ്ടത്തിയായിരുന്നു, ഈ തണുപ്പത്ത് ആരെങ്കിലും കോൾഡ് സൂപ്പ് കുടിക്കോ? ആമിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഉടനെ അവർ രണ്ടുപേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. പക്ഷെ സാഞ്ചിക്ക് മാത്രം ഇവിടെ ഒരു പരാതിയുമില്ല. നീ കോൾഡ് അല്ല ഹോട്ടല്ല എന്ത് തന്നാലും ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ് അവൻ ആർത്തി മൂത്ത് അത് വലിച്ചു കുടിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ കുറച്ച് കൊതിയും വരും. അവനും ഇപ്പൊ അതിലൊരു കപ്പെടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് സൂപ്പൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ചെയ്ത് കഴുകി ഉണക്കി കുറെ മർമെയ്ഡ്സ് അവിടേക്ക് കൊണ്ടുവരിക. പെണ്ണ് പറയും, ഇവരെല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഒരു കഫേയിൽ വർക്ക് ചെയ്യാണ്. അവിടെ ഇനിയും ഒരുപാട് മർമെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് അവരെ എല്ലാവരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അത് കേൾക്കേണ്ട താമസം സാഞ്ചി. അവനാണെങ്കിൽ ഇപ്പൊ കൂടുതൽ സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. സാഞ്ചി ആണെങ്കിൽ മർമെയ്ഡുകളൊക്കെ ഇമാജിൻ ചെയ്ത് വീണ്ടും താഴേക്ക് വീഴുകയാണ്. പക്ഷെ അവൻ സ്ട്രോങ് ആയിട്ട് പറയും, ആരും പേടിക്കണ്ട, പഴയതുപോലെ ഇനി എന്റെ മൂക്കിലൂടെ ബ്ലഡ് ഒന്നും വരില്ല. ഞാനിപ്പോ എന്നെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും ആ ചുന്ദരികളായിട്ടുള്ള മർമെയ്ഡുകളെ കാണണം. ക്യാമിയും ഒത്തിരി ഹാപ്പി ആയിട്ട് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ എനിക്കും ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞ് മർമെയ്ഡ് എലവേറ്റർ അതിലേക്ക് നമ്മുടെ ആൾക്കാരെ കയറ്റുകയാണ്. അതായത് ഒരാമ, അതിന്റെ മുകളിൽ ഒരു ബബിള്, അതിന്റെ ഉള്ളിലിരുന്ന് നമ്മുടെ ആൾക്കാർക്ക് സേഫ് ആയിട്ട് ആ ഫിഷ്മാൻ ഐലാൻഡിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഒസോപ്പ് ആണെങ്കിൽ ആ സ്റ്റാർ ഫിഷിനെ കുറിച്ച് അന്വേഷിക്കും. അതിനവള് പറയും, 1 വർഷം മുൻപ് വലിയൊരു അറ്റാക്കിൽ പരുക്ക് പറ്റി അവനിപ്പോ ട്രീറ്റ്മെന്റിലാണ്, കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെ വരുന്നുണ്ട്. പച്ചയുള്ളത് ആ ഫിഷ്മാൻ ഐലാൻഡിന്റെ സെന്ററിലാണ്. പക്ഷെ അവിടെ ഒരുപാട് സീ മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ആക്ച്വലി അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോവാം. കാരണം എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ആപത്തും വരില്ലെന്ന് നന്നായിട്ട് അറിയാം. ലൂഫി കാഷ്വലായിട്ട് പറയും, അവനെ ഞങ്ങൾ പിന്നെ കണ്ടോളാം. ആദ്യം നമുക്ക് ഇവിടെ മുഴുവൻ ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഉടനെ ക്യാമി, ഉറപ്പായാലും നിങ്ങളെ ഞാൻ സ്റ്റാർ ഫിഷിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവനിവിടെ ഭയങ്കര റിച്ച് ഫെസിലിറ്റിയിലാണ് ജീവിക്കുന്നത്. അവനൊരു ഡിസൈനറാണ്. അവന് സ്വന്തമായി ഷോപ്പ്, മാൻഷൻ, അങ്ങനെ വമ്പ സെറ്റപ്പിലാണ് അവനിവിടെ ജീവിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ലൂഫിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. ആക്ച്വലി ആ സ്റ്റാർ ഫിഷ് അത് നിന്റെ പെറ്റല്ലേ? അപ്പൊ നിനക്കും സ്റ്റാർ ഫിഷിന്റെ കൂടെ നല്ല ഫെസിലിറ്റിയിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ? ആ ചോദ്യം കേട്ട് ഇപ്പൊ ക്യാമി ചിരിക്കും. എനിക്ക് ആക്ച്വലി അവന്റെ കൂടെ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഞാനിവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവളിപ്പോ സീറോഡൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒസോപ്പിനാണെങ്കിൽ ഇവിടെ ഭയങ്കര അത്ഭുതം. കാരണം ആ ഡീപ് സീയില് അവന് സ്കൈ കാണാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ സ്കൈ വന്നു? അവരെല്ലാവരും ഇപ്പൊ ആകാശമൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവരുടെ തൊട്ടു പുറകിൽ നിന്ന് ക്യാമി ക്യാമി എന്നൊരു വിളി കേൾക്കുക. നമ്മുടെ ആൾക്കാർ തിരിഞ്ഞു നോക്കും. ഒരുപാട് മർമെയ്ഡ്സ്. അവർക്കാണെങ്കിൽ അതുകൊണ്ട് വിശ്വസിക്കാനാവുന്നില്ല. ചുന്ദരികളായിട്ടുള്ള ഒരു കൂട്ടം മർമെയ്ഡുകളെ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. സാഞ്ചിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇപ്പൊ കരച്ചിൽ വരും. ക്യാമി ഇപ്പോ അവരോരോരുത്തരെയും നമ്മുടെ ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഉസോപ്പ് അവൻ സാഞ്ചിയെ സമാധാനിപ്പിക്കും. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ മർമെയ്ഡുകളെ കാണുക എന്നത്? ഈ സമയത്താണോ നീ കരയണേ? അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറയും. അപ്പൊ അതിലൊരു മർമെയ്ഡ് അവനോട് അവളുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പറയും. കട്ട് ചെയ്ത ആ ഫിഷ്മാൻ ഡിസ്ട്രിക്റ്റ് കാണിക്കും. അവിടെയാണ് നമ്മൾ മുൻപ് കണ്ട ആ വില്ലൻ ഫിഷ്മാൻ ടീം. ഇപ്പോ അവരുടെ ബോസിന് ഇൻഫർമേഷൻ കൊടുക്കും. ലൂഫിയൻ ടീം അവൻ ഈ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കേട്ട് അവരുടെ ബോസ് അവരെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരണം, എനിക്ക് അവരെ ആവശ്യമുണ്ട് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ അല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.